ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീട്ടുവിശേഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിഷു ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷു ആയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്ന പോലെ സദ്യയും കാര്യങ്ങളൊന്നുമല്ല, ഒരു വ്യത്യാസമായിട്ടുള്ളൊരു വിഷു തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വിഷുവിൻ്റെ അന്ന് രാവിലെ കണിയൊക്കെ വെച്ച് കണ്ടു. നമ്മൾ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനും മക്കളൊക്കെ കൂടിയിട്ടായിരുന്നു കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എന്നെ വിളിച്ച് കണിയൊക്കെ കാണിപ്പിച്ചു. പിള്ളേരെന്നൊക്കെ കാണിച്ച് കെടുത്തിയിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് തന്നെ പണികൾ തുടങ്ങിയിട്ട്. അപ്രാവശ്യം നമ്മൾ സദ്യ ഒന്നല്ല, വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിരിയാണിയുടെ പണികളൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വിഷുക്കട്ട കഴിച്ചത്. അപ്പോൾ വിഷുക്കട്ട നമ്മുടെ വിഷുവിന് മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പ്രാവശ്യം അതൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ വിഷുക്കട്ടയും പിന്നെ ചേട്ടൻ കടയിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ടാണ് നമ്മൾ രാവിലത്തെ പരിപാടികൾ കഴിച്ചു വെച്ചത് കേട്ടോ. അങ്ങനെ എല്ലാതും സെറ്റായി ദമ്മൊക്കെ ഇട്ടു. പിന്നെ തലേ ദിവസം സംക്രാന്തിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വെജ് ബിരിയാണി എന്ന് പറയുമ്പോൾ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ പീസ് നമ്മൾ ചിക്കനും കൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തലേ ദിവസം തന്നെ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മളുടെ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എന്ന് പറയണത് നമ്മൾ വിഷുവിന് വെച്ചിട്ടുണ്ടായിരുന്ന കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതേപോലെ വിഷു ഒരു ഐസ്ക്രീമോ അങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ദിവസം കൂടി കിട്ടിയാൽ നമ്മൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, കുറച്ച് കോൺഫ്ലവറും പഞ്ചസാരയൊക്കെ ചേർത്ത് കുറുക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ, ചൂടാറാനായിട്ട്. അപ്പോൾ നമ്മളുടെ സദ്യയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് തണുപ്പിച്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ചേട്ടൻ ഇലയൊക്കെ മുറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ മുറിച്ച് ഏതായാലും നമ്മൾ ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇലയൊക്കെ മുറിച്ച് സെറ്റാക്കി വെക്കുമ്പോഴേക്ക് കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു. അടി തൊട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പറയും സദ്യയൊക്കെ വിഷുവിൻ്റെ അന്നൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഞങ്ങളൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആയാലും എന്താ പറയുക, ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 11:30-12 മണിയോട് കൂടിയിട്ട് കഴിക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങോട്ട് പോകാനൊന്നുമില്ല. നമ്മൾ പിന്നെ നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വിശക്കില്ലേ, അതൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരുടെ എന്താ പറയുക, കുളിയും ഒക്കെ കഴിഞ്ഞു, എല്ലാ പണികളും കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അധികം സംഭവങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ ബിരിയാണിയും വിഷുക്കട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ വെച്ച് നമ്മൾ വിളമ്പി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വെജ് ബിരിയാണി വെച്ചത് ചേട്ടൻ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെജ് ബിരിയാണി വെച്ച്. പിന്നെ ഒരു ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ച് തലേ ദിവസം നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഫ്രിഡ്ജിൽ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അത് പ്രാവശ്യം തലേ ദിവസത്തെ കാരണം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണിയൊക്കെ കണ്ടപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും വിഷുവിനൊക്കെ സദ്യയല്ലേ ഉണ്ടാക്കേണ്ടത്, എന്താണ് ഒരു ബിരിയാണിയൊക്കെ വെച്ച് ചിക്കനൊക്കെ വറക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക്, ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ചില വീടുകളിലൊക്കെ എന്താ പറയുക, വിഷുവിൻ്റെ അന്ന് ഓണത്തിലന്നൊക്കെ ഇറച്ചി മീനൊക്കെ വെച്ച് വിളമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് മുന്നൊക്കെ കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ ഇവിടെ ഇറച്ചി മീനൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വിഷുവിൻ്റെ അന്ന് നമ്മളുടെ ബ്രാല് എന്നൊക്കെ പറയുന്ന ഒരു മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വറുത്ത് പിന്നെ മീൻകറിയൊക്കെ വെച്ച്. മട്ടനാണ് അന്ന് മേടിക്കാറുള്ളത്. മട്ടൻ എനിക്കധികം ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇറച്ചി മീനൊക്കെ വെക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകെ ഞങ്ങളതൊക്കെ മാറ്റി വെറും സദ്യ മാത്രമാക്കിയിട്ടാണ് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. വിഷുവിനും ഓണത്തിനും സദ്യയൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ബാക്കി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ വിഷുവിന് എന്താണെന്നറിയാം,
അറിയില്ല കേട്ടോ, ഒരു ഉഷാറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സദ്യ ഉണ്ടാക്കാനോ അങ്ങനെ സദ്യ ഉണ്ടാക്കണം അങ്ങനെ കഴിക്കണം എന്താണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്തോ ഒരു എന്താ പറയുക, ഒരു ഉന്മേഷമില്ലാത്തൊരു വിഷുവാണെന്നൊക്കെ പറയില്ല അങ്ങനെ അപ്പം മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം എന്തായാലും വിഷുവിന് ബിരിയാണി ഉണ്ടാക്കാൻ പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓണത്തിന് ഇനി നമുക്ക് സദ്യ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്താ നല്ലൊരു മാലപ്പടക്കമൊക്കെ പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ആൾക്കൊരു ഓട്ടം വന്നപ്പോൾ ആൾ പോയിട്ടാണ്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓട്ടത്തിന് പോയിട്ട് നേരത്തെ എത്തുക, അപ്പോൾ പോവാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആളങ്ങനെ ഓട്ടത്തിന് പോയി. പിന്നെ ഉച്ചയായപ്പോൾ അതിലത്തെ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഏതായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂവമ്പഴമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പൂവമ്പഴവും മാങ്ങയും ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു. അതൊക്കെ ഞാനിതാ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മാങ്ങ കുറച്ച് എന്താ പറയുക 2 മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലത് ഒരു നാര് പോലത്തെ ഒരു മാങ്ങയായിരുന്നു, അതുകൊണ്ട് അധികം മാങ്ങയൊന്നും എടുത്തിട്ടില്ല. പിന്നെ മുന്തിരിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അതൊന്നും കൂടി കഷ്ണമൊക്കെ ആക്കി ഇടാമായിരുന്നു. പിന്നെ ആപ്പിളും അല്ലാതെ മരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കസ്കസ് കുറച്ച് കുതിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ചേർത്ത് ആ ഒരു പാലിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചു കേട്ടോ. പിന്നെ ആ പാലെന്ന് പറയണത് അധികം കട്ടിയായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സേമിയോ ഇവിടെ വന്നിട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ചൂടാറട്ടെ. ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. നല്ല തണുത്തിട്ട് കഴിക്കണം ടേസ്റ്റ്. ഇതിൽ ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു, അതാണ് ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര എടുത്തത്. ഇത് കൊണ്ടുവയ്ക്കട്ടെ, അതാണ് തണുക്കട്ടെ. പിന്നെ രാത്രി ആയപ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി ഈ ഒരു പണിയുമ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സേമിയൊക്കെ എന്താ പറയുക കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് ആ ഒരു ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് ഐസ്ക്രീം സേമിയൊക്കെ ഇട്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ട്, പിന്നെ ഈ ഒരു പാലിലത്തെ ആ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതിൽ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗ്ലാസ് ചെറുതായിരുന്നു കേട്ടോ. എല്ലാതും കൂടി ആയപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കട്ടി വേണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പാല് നമ്മൾ ഇതാണ് ചേർത്തത്, എന്താ പറയുക കോൺഫ്ലവറാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്ന അളവ് കുറച്ച് കുറഞ്ഞു പോയി. അത് കുറച്ചും കൂടി തിക്കായിട്ട് വേണമായിരുന്നു. അപ്പോൾ എന്തായാലും സേമിയയുടെ ഈ ഒരു മിക്സിൽ മധുരം ഉണ്ടല്ലോ അതെന്തായാലും 2 ആൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സേമിയ മാത്രം കഴിക്കുകയായിരുന്നു കേട്ടോ അവർ. പിന്നെ ഞങ്ങളിതാ എല്ലാവർക്കും പങ്കുവെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു സംഭവം ഇരുന്നിരിപ്പിൽ എല്ലാവരും തന്നെ എന്താ പറയുക കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. പാലും ഫ്രൂട്ട്സും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കട്ടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ പങ്കുവെച്ച് കഴിക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് പടക്കമൊക്കെ ഉണ്ടായിരുന്നു, കമ്പിപ്പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കത്തിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഷു ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.